വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ ഇന്നലെ വലിയ തരത്തിലുള്ള തിരക്കുകളൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്ന് മുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് 20,000 ആക്കി കുറച്ചു. നിലയ്ക്കലാണ് ഇനി മുതൽ പ്രധാന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രമുണ്ടാവുക. 2.25 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് 3 ദിവസം ദർശനം നടത്തിയത്. NDRF സംഘം ഇന്ന് സന്നിധാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിന് നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ NDRF സംഘം എത്തുന്നു. ഇന്ന് എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെടുന്നത്? ഇന്നലത്തേതിലും കുറവുണ്ടോ? അനുശ്രീ, ഇന്നിപ്പോൾ ശബരിമലയിൽ ഒരു ഭീതിതമായ സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസത്തെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പുലർച്ചെ 3 മുതൽ തന്നെ ദർശനത്തിന് ഭക്തർ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് സന്നിധാനത്തുള്ള ക്യൂ കോംപ്ലക്സ് ആണ്. അതായത് ഫ്ലൈ ഓവർ വഴി ദർശനത്തിന് സോപാനത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു ക്യൂ ആണ് നമ്മൾ കാണുന്നത്. തൊട്ട് പിറകിലെ ക്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസമാകട്ടെ ആ ഭാഗത്തെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ നിലയിലായിരുന്നു അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നത്. ഇന്ന് ആ നിലയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെ അങ്ങനെ 90,000 പേർക്ക് ഒരു ദിവസത്തെ ദർശനം എന്നത് തീരുമാനിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസത്തെ എണ്ണം അതൊന്നുമല്ല. ഇപ്പോൾ ഈ 3 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ദർശനം നടത്തി എന്നത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യാഖ്യാനമുണ്ടായത് കാട്ടിലൂടെയും മറ്റും ആളുകൾ സന്നിധാനത്തേക്ക് എത്തി എന്നതാണ്. പക്ഷേ ആ കണക്കും അങ്ങനെ എത്ര പേരെത്തിയാലും ഇത്ര അധികം ജനങ്ങൾ ഇവിടെ വരുന്നതിനുള്ള സാധ്യതയില്ല. അവിടെയാണ് ഈ കണക്കിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം PRD പുറത്തുവിട്ട കണക്ക് 2 ദിവസം കൊണ്ട് 1,97,000 എന്നതായിരുന്നു. പക്ഷേ അതിനൊക്കെ എത്രയോ മുകളിലായിരുന്നു ഇവിടെ എത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ ക്രമാതീതമായി ആ വെർച്വൽ ക്യൂവിന്റെ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ചിലർ പറയുന്നുണ്ട്. ഓൺലൈൻ ഒരേ നമ്പർ തന്നെ ചിലപ്പോൾ പല ആളുകൾക്ക് പോകുന്നുണ്ടോ എന്ന ചില സംശയം. അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായ സ്പോട്ട് ബുക്കിംഗ് അത് കഴിഞ്ഞ ദിവസം ADGPയും വ്യക്തമാക്കിയതാണ്. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്ന ഒരു തീരുമാനമുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് 37,000 പേർ ആദ്യത്തെ ദിവസം തന്നെ 20,000 എന്ന സംഖ്യ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 മണിക്കാണ്, വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ആ 5 മണിക്ക് നട തുറന്നിട്ടും മാത്രം 20,000 എന്ന സംഖ്യ രാത്രി 11 മണിക്ക് നട അടയ്ക്കുമ്പോഴേക്കും 37,000 എന്ന നിലയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുഴുവൻ സമയവും നട തുറന്നിരിക്കുമ്പോൾ പുലർച്ചെ 3 മണി മുതൽ രാത്രി 11 വരെയുള്ള മുഴുവൻ സമയവും അങ്ങനെ പൂജാ കർമ്മങ്ങളും മറ്റ് നടപടികളുമായി ശബരിമല പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എത്രമാത്രം ആളുകൾ അങ്ങനെ വരും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് പോലീസും ദേവസ്വം ബോർഡും എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പോലീസ് അല്ലെങ്കിൽ കാര്യമായി ആക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നടപടികളൊന്നും തന്നെ ഫലപ്രദമായില്ല. ജീവനക്കാർ ഇതുവരെ അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല, പല കരാറുകളും കൊടുത്തിട്ടില്ല തുടങ്ങി ഒട്ടനവധി പരാതികൾ. അത് പരാതികൾ മാത്രമായിരുന്നില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഇന്നലെ വെളിപ്പെടുത്തിയതാണ്. പല കാര്യങ്ങളിലും പോരായ്മയുണ്ട്. ഈ സന്നിധാനത്ത് നട തുറന്ന് അല്ലെങ്കിൽ ശബരിമല സീസൺ ആരംഭിക്കുമ്പോഴേക്കും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. 20 ഇടങ്ങളിലാണ് വിശ്രമ കേന്ദ്രങ്ങളുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ 20 ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇനിയും 2 ദിവസം, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇനിയും 2 ദിവസം ഒരുപക്ഷെ വേണ്ടി വരുന്നു. പക്ഷെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ കൊണ്ട് തന്നെ പരമാവധി സാഹചര്യം മാറ്റിക്കൊണ്ട് അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ള സംവിധാനങ്ങൾ അത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റുന്നതിന് ഇന്നലത്തെ ഒരു സാഹചര്യം ഇട നൽകി. മറ്റൊന്ന് ഈ NDRF സംഘം എത്തിയ കാര്യമാണ്. ഇന്ന് പുലർച്ചയോടുകൂടി തൃശൂരിൽ നിന്നുള്ള ആദ്യത്തെ സംഘം 35 പേരടങ്ങുന്ന ആദ്യ സംഘമാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കും. കേന്ദ്ര സർക്കാരാണ് അവരെ അയക്കേണ്ടത്. സംസ്ഥാനം കത്തയച്ചിട്ടും എന്തുകൊണ്ട് NDRFന്റെയും RAFന്റെയും സംഘാംഗങ്ങളെ ഇവിടേക്ക് എത്തിച്ചില്ല എന്നൊരു ചോദ്യം കൂടി അവശേഷിച്ചിരുന്നു. തൃശൂരിൽ നിന്നുള്ള NDRFന്റെ ആദ്യ സംഘമാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഇനി ഒരു 40 അംഗ സംഘം ചെന്നൈയിൽ നിന്നും കൂടി എത്തേണ്ടതുണ്ട്. അവർ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ക്രൗഡ് മാനേജ്മെന്റാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല. കേരള പോലീസിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച സേനാ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ NDRF കൂടി എത്തുന്നതോടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക്, അതായത് കേരള പോലീസ് മാത്രമാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നത്, ആ ഒരു സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. ഏതായിരുന്നാലും ഇപ്പോൾ ശബരിമലയിൽ സ്ഥിതി ശാന്തമാണ്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക്
വളരെ സുഗമമായി തന്നെ ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ ദർശനത്തിനായി എത്തുന്നവർ ക്യൂ നിൽക്കാതെ എത്തുന്നു എന്നൊരു പരാതിയൊക്കെ ഇന്നലെ ഉയർന്നിരുന്നു. ഈ NDRF സംഘം എത്തുന്നതോടെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ക്യൂവിൽ അതിക്രമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് അതിക്രമിച്ച് കയറുക എന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്നത് ശരി, ശബരിമലയിൽ ദർശനം തുടരുകയാണ്. നിലയ്ക്കലിലാണ് ഇനി മുതൽ പ്രധാന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രമുണ്ടാവുക എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. NDRF സംഘം ഇന്ന് ശബരിമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ NDRF സംഘം എത്തുന്നതോടെ സാധിക്കുമെന്ന് തന്നെ കരുതണം. ഇത്രയും ദിവസം പോലീസായിരുന്നു തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പലരും ക്യൂ നിൽക്കാതെ അടക്കം ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നു എന്നുള്ള പരാതികളൊക്കെയായിരുന്നു ഇന്നലെ ഉയർന്നിരുന്നത്. അതൊക്കെ തന്നെ ആയിരിക്കാം നിയന്ത്രിക്കാനാകാത്ത വിധത്തിലുള്ള തിരക്കുണ്ടാവാനുള്ള കാരണം എന്നൊക്കെ തന്നെ കരുതാം. വിനോദ് തുടരുന്നുണ്ട്. അനുശ്രീ, ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലയ്ക്കലേക്ക് പൂർണ്ണമായും ഇതിന്റെ സ്പോട്ട് ബുക്കിംഗിന്റെ പ്രധാന കേന്ദ്രമായി നിലയ്ക്കൽ മാറുകയാണ്. പ്രത്യേകിച്ച് പമ്പയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലയ്ക്കലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യമാണ്. എന്നാൽ മറ്റിടങ്ങളിലൊക്കെ ഉള്ള സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുണ്ട്. അതെല്ലാം ആ നിലയിൽ തന്നെ പ്രവർത്തിക്കും. അതിന് മാറ്റമുണ്ടാകില്ല. അതേസമയം ഈ പമ്പയിലേക്ക് അനിയന്ത്രിതമായി ആളുകൾ എത്തുന്ന സ്ഥിതി അതിന് മാറ്റമുണ്ടാക്കും. കാരണം പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സന്നിധാനത്തേക്ക് എത്തുക എന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പമ്പ സ്നാനം കഴിഞ്ഞാൽ അവർ പരമാവധി 1 മണിക്കൂറൊക്കെ ആയിരിക്കും കാത്തു നിൽക്കുക. അത് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നീലിമല വഴിയുള്ള പാതയിലൂടെയും അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. ഈ 2 റോഡിലൂടെയും പോലീസ് കയറ്റിവിട്ടില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ, അത് വനമേഖലയാണ്, പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ പ്രധാന പാതകളിലേക്ക് വന്നിറങ്ങി 5.5 കിലോമീറ്ററാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ളത്. ഇതിൽ 2-3 കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ച് അവർ പിന്നീട് ഈ പ്രധാന പാതയിലേക്ക് വന്നു കയറും. അവിടെയൊന്നും തന്നെ പോലീസിന് തടയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇത്രയും 5.5 കിലോമീറ്ററിൽ സേനയെ വിന്യസിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരെവിടെ ഏത് വഴിയിലൂടെ ആയിരിക്കും ഈ പ്രധാന പാതയിലേക്ക് കയറുക എന്നത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എങ്കിലും അങ്ങനെയുള്ള ചില സ്പോട്ടുകളുണ്ട്. അവിടെയെല്ലാം തന്നെ പോലീസിനെ നിയോഗിക്കാനാണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. NDRFനെയും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ, ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് അവരെ നിയോഗിക്കുന്നതടക്കമുള്ള നടപടികളുണ്ടാകും. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ബെയിലി പാലം വഴി കടത്തിവിടുന്നു. മാളികപ്പുറം വഴിയുള്ള ഫ്ലൈ ഓവറിലൂടെ ദർശനത്തിന് ആളുകൾ എത്തുന്നു. മാധ്യമപ്രവർത്തകരും ഒഫീഷ്യൽസും കയറുന്ന പടിക്കെട്ടുണ്ട്. ആ പടിക്കെട്ടിലൂടെ അയ്യപ്പന്മാർ ഇരുമുടിക്കെട്ടുമായി കയറുന്ന സാഹചര്യം. ഇരുമുടിക്കെട്ടുമായി വരുന്നവർ 18-ാം പടി കയറിയാണ് വരുന്നത്. പക്ഷേ ഇന്നലത്തെ തിരക്ക് അധികരിച്ചതോടുകൂടി പോലീസ് തന്നെ അവരെ ഈ സൈഡിലെ പടിക്കെട്ട് വഴി കയറ്റുകയായിരുന്നു. അതൊരു വലിയ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്കും കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴി നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം വഴി ശ്രീകോവിലിന് മുന്നിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യം കാണാം. ആ പടിക്കെട്ടിലൂടെയാണ് കടന്നു വരുന്നത്. 18-ാം പടി നമ്മൾ നേരത്തെ കണ്ട ദൃശ്യമാണ്. നമ്മളിപ്പോൾ കാണുന്ന ക്യാമറയുടെ പിറകുവശത്താണ് ഇപ്പോൾ ഈ ആളുകൾ കയറി വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കയറി വരുന്നതാണ്. മാധ്യമപ്രവർത്തകരും ഒഫീഷ്യൽസും കയറി വരുന്നു. മറ്റ് ജീവനക്കാരും ഒക്കെ കയറി വരുന്ന, ജഡ്ജിമാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളോ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ ഒക്കെ കയറി വരുന്ന വഴിയാണ് ആ വഴിയിലൂടെ ഇന്നലെ ഈ അനിയന്ത്രിതമായ തിരക്ക് കാരണം ഇരുമുടിക്കെട്ടുമായി വന്ന ആളുകളെ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് ഈ പരമ്പരാഗതമായ വഴിയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തരാണ്. ഈ 18-ാം പടിയിലൂടെ കയറി ഫ്ലൈ ഓവർ വഴി ചുറ്റി വരുന്ന ആളുകളാണ്. ഈ ഭക്തർ ഇവിടെ വന്ന് നേരെ ശ്രീകോവിലിലേക്ക് മുന്നിലേക്ക് പോകുന്നു. അവിടെ ദർശനം കഴിഞ്ഞാണ് അവർ വിരികളിലേക്ക് പോകുന്നത്. അവർക്ക് ഇവിടെ വിരി എടുക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇന്നലെ സംഭവിച്ച മറ്റൊരു കാര്യം, ഇങ്ങനെ വന്ന് ദർശനം പൂർത്തിയാക്കി മല ഇറങ്ങേണ്ട ഭക്തർ മല ഇറങ്ങാതെ ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഉണ്ടായിരുന്നില്ല. തുടക്കമാണ്, മണ്ഡലകാലത്തിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ കർശനമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം ദർശനം നേടുന്ന ഭക്തൻ തന്നെ ആവർത്തിച്ച് 2-3 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ദർശനം തേടാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ ഈ ഒരു ഭക്തി കൊണ്ട് തന്നെയാണ് അവരെങ്ങനെ മനഃപൂർവ്വം നിൽക്കുന്നതല്ല. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇവിടെ ആൾക്കൂട്ടം വർദ്ധിക്കുകയും വരുന്ന ആളുകൾ കയറുകയും ചെയ്യും. അങ്ങനെ നിയന്ത്രിക്കാനാകാത്ത വിധം സന്നിധാനത്ത് തിരക്ക് കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തവണ ദർശനം പൂർത്തിയാക്കിയ ആളുകളെ മല ഇറക്കാൻ കൂടി ശക്തമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന ക്രമീകരിക്കുക, അത് ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം